എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം. 2024 ആകെ പിറന്നത് 25 ഹിറ്റ് സിനിമകൾ. മുൻ വർഷത്തെ അപേക്ഷിച്ച് മലയാള സിനിമാ രംഗത്ത് താരതമ്യേന വേണ്ടപ്പെട്ട വിജയങ്ങൾ സമ്മാനിച്ച വർഷമായിരുന്നു 2024. കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആവേശം അടക്കം 22 ചിത്രങ്ങൾ ആണ് ഈ വർഷം തിയേറ്ററുകളിൽ എത്തിയത്. ക്രിസ്തുമസിന് തിയേറ്ററിലെത്തിയ റൈഫിൾ ക്ലബ്ബ്, മാർക്കോ, ED എന്നിവ നല്ല അഭിപ്രായം നേടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കടന്നുപോകുന്ന വർഷം വിജയം കൈവരിക്കുന്ന മലയാള ചിത്രങ്ങളുടെ എണ്ണം 25 തികയും. ക്രിസ്മസ് റിലീസായി മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഫാന്റസി 3D ബറോസ് കൂടി കണക്കിലെടുത്താൽ 2024 ആകെ 207 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. എണ്ണത്തിൽ 2023 അപേക്ഷിച്ച് വിജയ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. തിയേറ്ററുകളിൽ നിന്നും മാത്രം വരുമാനം വിലയിരുത്തിയാൽ ചിദംബരൻ സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് അടക്കം 11 ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ടെലിവിഷൻ, സാറ്റലൈറ്റ്, OTT എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ചേംബർ കണക്കാക്കിയിട്ടില്ല. റൈഫിൾ ക്ലബ്ബ്, മാർക്കോ ഹിറ്റ് ചാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ആകെ ഹിറ്റ് ചിത്രങ്ങൾ 13 ആകും. മഞ്ഞുമൽ ബോയ്സിന് പുറമെ പ്രേമലു, ഭ്രമയുഗം, ആവേശം, ആടുജീവിതം, വർഷങ്ങൾക്കു ശേഷം, ഗുരുവായൂർ അമ്പലനടയിൽ, ടർബോ, വാഴ, ARM, കിഷ്കിന്ധകാണ്ഡം എന്നിവയാണ് ചിത്രങ്ങൾ. 3 ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകരാണ്. മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ മോഹൻലാൽ, ദിലീപ് എന്നിവർക്ക് 2024 ഒരു ഹിറ്റ് ചിത്രം പോലും നൽകാനായില്ല. മലൈക്കോട്ടെ വാലിബൻ പ്രതീക്ഷ നൽകിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല. അബ്രഹാം ഓസിലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, ബൊഗെയിൻവില്ല, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, പണി എന്നീ ചിത്രങ്ങളും ഹിറ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലവൻ, ഗോളം, നുണക്കുഴി, അഞ്ചരക്കള്ളക്കോക്കൻ, ഉള്ളൊഴുക്ക് എന്നിവയും ആവറേജ് ഹിറ്റുകളായി. ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.